ലോകത്തിലുള്ള ഇന്ധനവിലയെയും സാമ്പത്തിക ഭദ്രതയും നിമിഷനേരം കൊണ്ട് തകിടം മറിക്കാൻ ശേഷിയുള്ള അത്യന്തം അപകടകരമായ ഒരു അധിനിവേശ നീക്കമാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോലാഹലങ്ങൾക്കും കടുത്ത യുദ്ധഭീതിക്കും തിരികൊളുത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കച്ചവട പാതകളിലൊന്ന് അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശത്രുരാജ്യങ്ങളെ വിറപ്പിക്കാനും ആഗോള കടൽപാതകളുടെ മേലുള്ള അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ അപ്രതീക്ഷിത അധിനിവേശ നീക്കം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയെ വൻതോതിലുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക പൊട്ടിത്തെറിയിലേക്കാണ് തള്ളിവിടാൻ പോകുന്നത്. ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തെ അട്ടിമറിക്കുന്ന ഇത്തരം സാമ്രാജ്യത്വ നിലപാടുകൾ ആഗോള സമാധാനത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. ന്യൂയോർക്കിൽ നടന്ന ആവേശകരമായ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിവാദപരമായ ഈ പ്രഖ്യാപനം നടത്തിയത്. വളരെ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാനെ നമ്മൾ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ വേഗം ഞാൻ ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ആർപ്പുവിളികളോടെയാണ് അത് സ്വീകരിച്ചതെങ്കിലും ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക ജലാശയങ്ങൾക്കിടയിൽ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് ചരിത്രപരമായി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ടുള്ള ഒരു ജലപാതയാണ്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഈ തന്ത്രപ്രധാനമായ പാതയുടെ നിയന്ത്രണം ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കാൻ ട്രംപ് ഭരണകൂടം തീവ്രശ്രമം നടത്തി വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇറാനിയൻ തീരപ്രദേശത്തിന് സമീപം സഞ്ചരിക്കുന്ന കപ്പലുകൾ കർശനമായി അനുമതി തേടണമെന്നും അല്ലാത്ത പക്ഷം കനത്ത ടോൾ നൽകേണ്ടി വരുമെന്നുമുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കപ്പെട്ടിരുന്നു. ഇത് മേഖലയെ കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും ചരക്കു നീക്കം കുറയാൻ കാരണമാവുകയും ചെയ്തിരുന്നു. ഇറാൻ നടപ്പാക്കുന്ന ഇത്തരം ടോൾ പിരിവുകളെയും നിയന്ത്രണങ്ങളെയും ട്രംപ് ഭരണകൂടം കർശനമായി എതിർത്തു പോന്നിട്ടുണ്ടെങ്കിലും പകരമായി അന്താരാഷ്ട്ര ജലപാതയിൽ അമേരിക്കൻ ടോളുകൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പുതിയ നിലപാട് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ആഗോള എണ്ണ വിപണിയുടെ സ്ഥിരാകേന്ദ്രമായി കടലിടുക്കിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ആധിപത്യവും ടോൾ പിരിവും സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര വ്യാപാരത്തെയും ആഗോള ഇന്ധനവിലയെയും തകിടം മറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന്റെ ദീർഘകാല വിന്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകളും ചോദ്യങ്ങളും ട്രംപ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഏകദേശം 9 മാസത്തോളമായി ഈ കൂറ്റൻ അമേരിക്കൻ വിമാന കപ്പൽ ഈ യുദ്ധമേഖലയിൽ സജീവമായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും നിലവിലുള്ള ഇറാൻ സംഘർഷത്തിൽ ഇത് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കപ്പലിന്റെ വിന്യാസം അനാവശ്യമായി നീണ്ടുപോകുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് യാതൊരുവിധ ഗൗരവമില്ലാത്ത രീതിയിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഏകദേശം വളരെ കാലമായി പോരാ എന്നാണ് ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ വെച്ച് ന്യൂയോർക്കിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിനെ സ്വന്തം സ്വത്താക്കി മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അധിനിവേശ പ്രഖ്യാപനവും സൈനിക വിന്യാസങ്ങളും വരും ആഴ്ചകളിൽ പശ്ചിമേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണ പാതകളെ തടസ്സപ്പെടുത്തിയും അന്താരാഷ്ട്ര അതിർത്തികളെ കാറ്റിൽ പറത്തിയും അമേരിക്ക നടത്തുന്ന ഈ കടന്നുകയറ്റം ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ കനത്ത ആഘാതമേൽപ്പിക്കും. വികസന രാജ്യങ്ങളെയും സാധാരണക്കാരെയും പട്ടിണിയിലേക്ക് തള്ളിയിടുന്ന ഇത്തരം ട്രംപിയൻ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ശബ്ദമുയർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഈ യുദ്ധക്കൊതി ലോകത്തെ വൻ ദുരന്തത്തിലേക്ക് നയിക്കും. And after we finish defeating Iran, which is being very badly defeated, pretty soon I'll be declaring the Hormuz Strait a territory of the United States. So I just say this. So for you to pay a tiny little bit more for your gasoline, just remember you're doing it so that a very evil country cannot have a country. Really, it's the #1 state sponsor of terror in the world. We don't want to have them have a nuclear weapon. So remember that when you have to pay a little bit more, you're at $4. It's okay. I mean, it's I'll never apologize. I did the right thing.